ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ചോറ് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് പയർ തോരനും പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും പിന്നെ അതിനോടൊപ്പം തന്നെ ചെറിയ പൊടി ചെമ്മീൻ വെച്ചിട്ട് തയ്യാറാക്കിയെടുത്തൊരു ചെമ്മീൻ തീയലോ അല്ലെങ്കിൽ കറിയെന്നോ വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കണവ വെച്ചിട്ടുള്ളൊരു ഫ്രൈ ഞാൻ തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് റെസിപ്പി തന്നെ പറഞ്ഞുതരാം. അപ്പം ആദ്യം തന്നെ അവർ തീയലിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഒരു കഷ്ണം വെള്ളരിക്ക എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു കഷ്ണം പടവലങ്ങ, 2 കത്തിരിക്കനായിട്ട് വെള്ള കത്തിരിക്കയില്ല അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്, വീട്ടിലുള്ളതാണ്, അതുകൊണ്ടാണ് വെള്ള കത്തിരിക്ക എടുത്തത്. പിന്നെ ഇതിലേക്ക് 1-2 തക്കാളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം പച്ചക്കറിക്കൊന്ന് കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ചോറിന് വെച്ചിട്ടുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കുക്കറിൽ. അപ്പോൾ ഞാൻ റൈസ് ഒന്ന് കഴുകി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2-3 വിസിലാവുന്ന സമയത്ത് ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിടും. എന്നിട്ട് പ്രഷർക്ക് ഒന്ന് പോയതിന് ശേഷമാണ് കേട്ടോ അത് തുറന്നിട്ട് ഊറ്റി ഒന്ന് എടുക്കുന്നത്. നോക്കും വെന്തിട്ടുണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൊണ്ട് തിളപ്പിച്ചിട്ടൊന്ന് ഊറ്റിയിടും. മട്ടേരി ആയതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ വേവിച്ചെടുക്കുന്നത്. മുന്നേക്ക് കിട്ടുന്ന മട്ടേരിക്ക് ഇനി 1 വിസിൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തോ ഒരു 3 വിസിലൊക്കെ കൊടുത്താലേ ആ ഒരു റൈസ് വെന്ത് കിട്ടുന്നുള്ളൂ പാകത്തിന്. അപ്പോൾ നമുക്ക് ആ പച്ചക്കറിയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്കയല്ലല്ലോ, വെള്ളരിക്ക, പടവലങ്ങ, കത്തിരിക്ക ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് വെള്ളത്തിലോട്ട് തന്നെ കട്ട് ചെയ്ത് ചേർത്തെടുക്കാം. പിന്നെ ചെറിയ ഉള്ളി, തക്കാളി ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ പ്രത്യേകിച്ച് കഴുകിയിട്ട് വേറെ വെള്ളത്തിലോട്ട് ഇടണ്ട, അല്ലാതെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാം കേട്ടോ. വഴുതനങ്ങ അതുപോലെ തന്നെ വെണ്ടയ്ക്കയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും പച്ചക്കറിയാണ് ഉള്ളത്, അതിന് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഉള്ളി ഒരു 10-12 എണ്ണമൊക്കെ എടുക്കാം, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ കറിക്ക്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒരു കറി വയ്ക്കുന്ന ചട്ടിയിലോട്ട് മാറ്റാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ വെള്ളവും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഒരു 15-20 മിനിറ്റ് ആവും കേട്ടോ ഒരു പച്ചക്കറിക്ക് ഒന്ന് ഏകദേശം ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട്. അതൊന്നിരുന്ന് റെഡി ആവട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമുക്കിതിന് അരപ്പ് തയ്യാറാക്കി എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊരു ചീനച്ചട്ടിയിലോട്ടെ ഒരു 1-1.5 കപ്പോളം തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1-1.5 ടീസ്പൂണോളം കുരുമുളകും, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 4-5 ചെറിയ ഉള്ളി, 1-2 തണ്ട് കറിവേപ്പില ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കാം. നല്ലൊരു കളറായി വരട്ടെ. തേങ്ങ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്തെടുക്കാം. അപ്പോൾ ഞാൻ അതവിടെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ കാശ്മീരി ചില്ലി പൗഡർ എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇത് എല്ലാ മുളകും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഞാൻ കഴുകി ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ള മുളകാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് കാശ്മീരി ചില്ലി ഉണ്ട്, പിരിയമുളകുണ്ട്, നോർമൽ സാധാരണ എരിവുള്ളവൻ്റെ പാണ്ടി മുളകില്ല അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ കഴുകിയിട്ട് വെയിലത്ത് നന്നായിട്ടൊന്ന് ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു മിക്സാണ് കേട്ടോ ഒരു മുളക് പൊടി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓരോ ടൈമും ഒരു രീതിയിലാണ് പൊടിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഒരു കറി തയ്യാറാക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു മുളക് പൊടിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു മുളക് പൊടി എല്ലാം കൂടി ചേർത്ത് ഒന്നായിട്ട് പച്ച ചുവന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. ഒന്ന് തണുത്ത് വന്നതിന് ശേഷം അരച്ചെടുത്താൽ മതിയാകും. അപ്പോൾ അത് ആ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 കപ്പുണ്ട്, ചെറുതാണ് കേട്ടോ ഇത്. ഇപ്പം റോസ്റ്റ് ചെയ്യുന്ന നമ്മൾ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചപ്പം ഒട്ടും തികയില്ല, വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വിചാരിച്ചൊന്ന് കറിയാക്കി എടുക്കാമെന്ന്. നല്ല ഫ്ലേവറാണ് കേട്ടോ. ഈ ചെറിയ ചെമ്മീനാകുമ്പോഴേ നല്ല സോഫ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്, നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഒരു കറിക്ക്. അപ്പോൾ അത് ആ ഒരു ചെമ്മീനും ഒന്ന് ഏകദേശം ആയിട്ട് പച്ചക്കറി ഒന്ന് കുക്കായി വന്നതിന് ശേഷം വേണം നമ്മൾ ആ ഒരു ചെമ്മീൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് ഇത് ചെറിയൊരു നാരങ്ങ വലുപ്പത്തിന് പുളിയെ ഒരുപാട് ചേർക്കണ്ട, വളരെ കുറച്ച് ലൈറ്റായിട്ട് മതി കേട്ടോ. പുളി വെള്ളം ഞാൻ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പുളിവെള്ളം ഞാൻ ഈ ഒരു അരപ്പിലേക്ക് ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുത്തത്. കുറച്ച് മാത്രം ഈ ഒരു ഇതിലിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ആ ഒരു തേങ്ങ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണേ. അരച്ചെടുത്തിട്ടുള്ള തേങ്ങാക്കൂട്ടും കൂടെ നമുക്കിനി ആ ഒരു പച്ചക്കറിയിലും ചെമ്മീനിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചൊരു 8-10 മിനിറ്റ് വീണ്ടും തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ചെന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് താളിച്ച് ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ കറിക്ക്. അതുകൊണ്ടാണ് ഞാൻ അത്രയും ആ ഒരു കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കറി താളിച്ചൊന്ന് മാറ്റി വെച്ച് കറി റെഡി ആയിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ ആ ഒരു കറി. പിന്നെ ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും സവാള ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചമുളകും ചേർത്ത് കൊടുക്കാം, കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ട്
കൊണ്ടും ഒക്കെ ആയതുകൊണ്ട്. പിന്നെ അതുപോലെ ഈ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി തയ്യാറാക്കുമ്പോൾ സാധാരണ ഇങ്ങനെ ആവാറുണ്ട് അത് മാത്രം വെച്ചാലും. നോൺ സ്റ്റിക്കിന് നമ്മൾ ഈ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി തയ്യാറാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഒരിക്കലും ആ ഒരു വീഴ്പ്പ് മാറി കിട്ടുമല്ലോ. പക്ഷേ ഇതിലേക്കാകുമ്പം ആ ഒരു പെട്ടെന്ന് ഇത് മാറിക്കിട്ടും. അടിയിലോട്ട് പിടിച്ചിട്ടേ നന്നായിട്ട് അത് കരിഞ്ഞു പോയിട്ടുണ്ട് പാത്രം. എളുപ്പത്തിലൊന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയാണ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വിനാഗിരിയും പിന്നെ കുറച്ച് ആ ഒരു ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് കഴുകിയെടുത്താണ്. പെട്ടെന്ന് ഇളകി കിട്ടും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അതിനുശേഷം അതേ സെയിം പാനിൽ തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാവുന്ന സമയത്ത് 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1-2 തണ്ട് കറിവേപ്പിലയും പിന്നെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള പയറാണ് കേട്ടോ, നീളം പയറില്ല, അതാണ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തെടുക്കാം. ഈ ഒരു പയർ തോരന് ഞാൻ സവാള ചേർക്കുന്നില്ല കേട്ടോ. വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിക്ക് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തേങ്ങ, ജീരകം, ചെറിയുള്ളി, ഒരു കാന്താരി മുളകും കൂടി ചേർത്തിട്ടൊന്ന് ചതച്ചൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. നമുക്ക് ആ ഒരു തോരന് വേണ്ടിയിട്ടാണ്. ഇനി കണവ വേവിക്കാൻ വേണ്ടിയിട്ട് കണവയിലോട്ട് കുറച്ച് ഉപ്പും 1 കിലോ കേട്ടോ ഇത് ഏകദേശം, ഉപ്പും 1-2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു കണവ നമുക്ക് വെയിറ്റിട്ടിട്ട് നന്നായിട്ട് പ്രഷർ കുക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു 4-5 വിസിൽ കൊടുത്തിട്ട് വേവിച്ചെടുക്കണേ. അതിന് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് ആ പയറൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ഒരു കൂട്ട് തേങ്ങ, ജീരകം, ചെറിയുള്ളി, പിന്നെ ഒരു കാന്താരി മുളകും കൂടെ ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു കൂട്ടാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റി അതിൻ്റെ പച്ച ചുവയ്ക്കൊന്ന് മാറിയതിന് ശേഷം നമുക്ക് തോരൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഇത്രയുള്ള സിമ്പിൾ തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതും പിന്നെ ഇതാ ഒരു വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയാണ് ഇത്. അപ്പോൾ അതെല്ലാം ഞാനൊരു ബൗളിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ ഒരു കണവയിൽ നിന്നുള്ള പ്രഷർ ഒന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു 4-5 വിസിൽ കൊടുക്കാം. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കാരണം നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് ചിലപ്പം ഒരു റബ്ബർ കൺസിസ്റ്റൻസി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും. പിന്നെ ഇതാ ഒരു മിക്സി ജാറിലോട്ട് ഞാൻ ഒരു തക്കാളി 1-2 തക്കാളി എടുക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. നമ്മൾ എത്രത്തോളം എടുക്കുന്നോ കണവ അതിനനുസരിച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ 1 കിലോ ഉള്ളതുകൊണ്ടാണ് ഒരു തക്കാളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 8-10 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ടീസ്പൂൺ മതിയാകും പെരിഞ്ചീരകം, മുഴുവൻ പെരിഞ്ചീരകവും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു 1.5 ടീസ്പൂണോളം ആ ഒരു മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മിക്സാണ് കേട്ടോ, ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള മിക്സാണ്. ആ ഒരു മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ മതിയാകും കേട്ടോ കുരുമുളക് നമ്മൾ ഒരുപാട് ഇട്ടാലും നല്ല എരിവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് വീണ്ടും ഞാൻ ഒരു 1.5 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1-2 തണ്ട് കറിവേപ്പിലയും 5-6 ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ആ ഒരു മാരിനേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആ മസാല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കുക്കറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് ഞാൻ കളഞ്ഞിട്ട് അടപ്പൊന്ന് മാറ്റി നോക്കുന്നുണ്ട്. അപ്പോൾ അതിന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം നമുക്ക് തിളപ്പിച്ച്. അപ്പം ബാക്കി കുറച്ചും കൂടെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടും കേട്ടോ ആ ഒരു കണവ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് റെഡി ആവട്ടെ. ആ ഒരു ടൈമിൽ നമുക്ക് മസാല ഒന്ന് വഴിച്ചെടുക്കാം. ഞാൻ അത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് അതിലേക്ക് ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി ആ ഒരു എണ്ണ തെളിഞ്ഞ് വരും അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു മസാലയ്ക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്തെടുക്കാം കേട്ടോ. കണവിൽ നമ്മൾ അത്യാവശ്യം ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മസാലയിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അതിൽ നമ്മൾ കുറച്ച് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു മസാലയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി ഇതാ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നു. ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് റോസ്റ്റായിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ. അപ്പോൾ അത് ആ കണവത വേവിച്ച് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഒരു മസാലയിലേക്ക് ഇട്ടിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് നന്നായിട്ട് വരട്ടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ആ ഒരു കണവ അങ്ങനെ കല്ല് പോലൊന്നും ആകില്ല, നല്ല സോഫ്റ്റായിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചതിന് ശേഷം മാത്രം നമ്മൾ നല്ല രീതിയിലൊന്ന് ഇതുപോലൊന്ന് വഴിച്ചെടുത്താൽ മതിയാകും. ഇതിലേക്ക് പിന്നെ നമുക്ക് 1-2 തണ്ട് കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതാ വരട്ടി ആ ഒരു മസാലയൊക്കെ വീണ്ടും നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ കണവ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് തോരന് വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ സംഭവം. പിന്നെ ഞാൻ പ്ലാൻ മാറ്റിയിട്ട് അതൊന്ന് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ലഞ്ചൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇന്നത്തെ പോലെ തന്നെ ഇന്നും മട്ടയരി ചോറാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. മട്ടയരി ചോറും ആ ഒരു പയർ തോരനും വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയും പിന്നെ ഒരു കണവ നല്ല രീതിയിലൊന്ന് വരട്ടിയെടുത്തിട്ടുള്ളതാണ്. ഒരു കണവ ഫ്രൈയും പിന്നെ ഒരു കൊഞ്ച് തീയലും ഒരു ചെമ്മീൻ തീയൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ, സൂപ്പറാണേ. നമ്മൾ സാധാരണ എന്തെങ്കിലും പുട്ട്, ചപ്പാത്തി അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞ് റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും